ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോവുക. അപ്പോഴും കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ ഉള്ളം കയ്യിലാണ് നമ്മൾ. ആ പരമാർത്ഥം നാം ഓർക്കാതെ പോവുകയാണ്, അല്ലെങ്കിൽ അറിയാതെ പോവുകയാണ്. ഈ വേദനകളൊക്കെ നമ്മെ ബാധിക്കാൻ കാരണമായിട്ട് മാറുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിരന്തരമായ ക്രിസ്തുവിൻ്റെ സഹവാസം അനുഭവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അവിടെ നിന്നാണ് ആശ്വാസം, ആശ്രയം എന്ന ബോധം ഞങ്ങളിൽ വളർത്തണമേ. ദാഹത്തോടെ ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. തിരുസഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അരുൾ ചെയ്യുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ക്രിസ്തുവിൽ പൂർത്തിയായതും നമ്മിൽ ഓരോരുത്തരിലും നിവൃത്തിയാകുന്നതുമായ പ്രവാചക വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ജെറമ്യാ പ്രവചനം 1-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. അപ്രകാരം ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നത് മാതാവിന്റെ ഉദരത്തിൽ വേരുപാകുന്നതിന് മുൻപേ അറിഞ്ഞിട്ടാണ്. നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെക്കുറിച്ച് കരുതിയിട്ടാണ്. നമ്മുടെ പേര് അവിടുത്തെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നാം പലപ്പോഴും ഓർക്കുന്നില്ല. നാം ദൈവത്തെ വളരെ അകലെയായിട്ടാണ് കാണുന്നത്. ആന്തരിക സൗഖ്യമില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ്. ദൈവത്തെ നാം കാണുന്നത് നമ്മോടൊപ്പമോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരുവനായിട്ടോ നമ്മോട് കൂടെ ഉള്ള ഒരുവനായിട്ടോ അല്ല, വളരെ അകലെയുള്ള ഒരാളായിട്ടാണ്. ആകാശങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവം. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എൻ്റെ അകമയാണ്. അതുകൊണ്ട് പ്രകൃതി മുഴുവൻ എന്നിലാണ്, ഞാൻ മുഴുവൻ ദൈവത്തിലാണ് എന്ന പരമാർത്ഥത്തിലേക്ക് എനിക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് എനിക്ക് ആശ്വാസം ലഭിക്കുക, ക്രിസ്തു എനിക്ക് അനുഭവമായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം ദൈവത്തിലാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നാം ഇങ്ങനെ ദൈവത്തിലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക സാധ്യമല്ല. കാരണം നമുക്കപ്പോ ഇന്നറിയുന്നത് പോലെ ബോധപൂർവകമായി വചനം സ്വീകരിക്കാനുള്ള മനസ്സില്ല. അവിടെ അമ്മയിലൂടെയാണത് സംഭവിക്കേണ്ടത്. സാധാരണമായി മാതാവോ പിതാവോ വിശ്വാസത്തിൽ അങ്ങനെ വളർന്നയാളാകണമെന്നില്ല, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയുള്ളതാവണമെന്നില്ല. എൻ്റെ 3 മക്കളും ജനിക്കുന്ന സമയത്ത് ഞാൻ ഇന്നുള്ള ഈ അറിവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എത്തപ്പെട്ട കാലത്തിന്റെ കുറവുകളും അജ്ഞതകളുമൊക്കെ എന്റെ അന്നത്തെ മാനസിക ഭാവങ്ങൾക്കുണ്ടാകും. അവയെല്ലാം ആ കുഞ്ഞുങ്ങളുടെ രൂപീകരണം, മനസ്സിന്റെ രൂപീകരണത്തിലും
ഇഴചേർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത്, നമ്മുടെ അകത്ത് നാം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മ അനുഭവിച്ച വിഷമങ്ങളും അമ്മ അനുഭവിച്ച നിഷേധാത്മകമായ അനുഭവങ്ങളും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നാണ്. ഇനി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവിനും കാരണം അവരാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങനെ വിരൽ ചൂണ്ടാതെ നാം ആലോചിക്കേണ്ടത്, സ്വാഭാവികമായി ഒരു കാര്യം ആലോചിക്കുമ്പോൾ, ഇപ്പോ ഒരു കോപ സ്വഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഷേധാത്മകമായ ഭാവം അത് മാറുന്നില്ല. നാം പല പ്രകാരത്തിൽ പ്രാർത്ഥിക്കുന്നു, പ്രവൃത്തികളിൽ ക്രമീകരണം വരുത്തുന്നു, നമ്മൾ ചിന്തിക്കുന്നു, ധാരണയിലെത്തുന്നു, അറിവിലെത്തുന്നു, ബോധപൂർവമായി തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചില ആളുകൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പറയും, കോപിക്കുന്നതിന് മുൻപ് 5 പ്രാവശ്യം ദീർഘനിശ്വാസം എടുത്താൽ മതി, പിന്നെ കോപിക്കൂല. കോപിക്കുന്നതിന് മുൻപ് 5 പ്രാവശ്യം ദീർഘനിശ്വാസം എടുക്കാൻ അറിയാമായിരുന്നെങ്കിൽ പിന്നെ കോപിക്കേണ്ട കാര്യം വരില്ല. പക്ഷേ കോപിക്കുന്ന നേരത്തെ ഇതൊന്നും ഓർക്കൂല. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു വെക്കും. നമുക്കറിയാം എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെയാണ് ചിരിക്കേണ്ടത് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യം വരുമ്പോൾ ഉപയോഗത്തിൽ വരില്ല എന്ന് മാത്രം. കാരണം ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമല്ല ജീവിതം, ജീവിച്ച് അനുഭവിക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പ്രയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അത് കാര്യം മാറ്റാൻ പറ്റുന്നില്ല, നമ്മളൊരു കുറവ് മാറ്റാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതെന്റെ അബോധത്തിലാകാം, പല കാരണത്തിലാകാം. ഇതൊരു പക്ഷെ അമ്മ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവണമെന്നില്ല, അപ്പൻ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വന്ന കാര്യങ്ങളായിരിക്കാം. അപ്രകാരമുള്ള ഭയങ്ങൾ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ എന്റെ ഭാര്യയിൽ ഉണ്ടായിരുന്നൊരു ഭയം എന്റെ രോഗമായിരുന്നു. ആ ഭയം എന്റെ കുട്ടികൾ രൂപം പ്രാപിക്കുന്നു, അത് രോഗമായിട്ട് മാറുന്നു. നേരത്തെ അതുപോലെ തന്നെ ഒരു ആസ്മ രോഗിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ സംഭവിക്കുന്നത് ഈ രോഗത്തിന്റെ കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ആ കണ്ട കാഴ്ച അത് രൂപം വരെ ധരിക്കാം, ഭാവം മാത്രമല്ല രൂപവും ധരിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വതന്ത്ര മനസ്സ് സ്വീകരിക്കുന്നതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് നിഷേധാത്മകമായ അവസ്ഥ സ്വീകരിക്കുന്നതെല്ലാം ഈ ഭൂമിയിലുള്ള നിഷേധാത്മകതയായി മാറും. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് പലവിധങ്ങളായ വൈകാരിക അശുദ്ധികൾ നമ്മിൽ പടർന്നുകൂടാം. ഇപ്പൊ ഭയം, അങ്ങനെ അമ്മ ഭയന്നതിലൂടെയാണ്. ഒരിക്കലും നമ്മൾ ഇരുട്ടിനെ കണ്ടിട്ടില്ല, ഒരിക്കലും നമ്മൾ ഇരുട്ടത്ത് പോയിട്ടില്ല, പക്ഷെ ഇരുട്ടിനെ നമുക്ക് ഭയമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലൊരു കാര്യം പറയാം. എനിക്കൊരിക്കലും നായയെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരു നായ എന്നെ ഓടിച്ചിട്ടിട്ടില്ല. പക്ഷേ ബാല്യം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ഏറ്റവും അധികം ഭയമുള്ള ഒരാൾ നായാണ്. എനിക്ക് പാമ്പിനെ അത്ര പേടിയില്ല. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് പാമ്പിനെ കൊല്ലും. പക്ഷേ ഒരു നായയുടെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ പിന്നെ ഞാൻ ആ ഭാഗത്ത് പോകില്ല. വർഷങ്ങളോളം ഈ ഭയം ചുവന്ന് ഞാൻ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ധീരനാണെന്നൊക്കെ ആദ്യം ഭാവിച്ചു. പിന്നെ എനിക്ക് നാക്കിന് നല്ല നീളം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ യുക്തി കൊണ്ട് ചില കളികൾ കളിക്കാൻ തുടങ്ങി. ഇപ്പൊ ആരെങ്കിലും പറയണം പട്ടി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കടിക്കില്ല എന്ന് പറയുമ്പോൾ പറയും അത് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം, അത് പട്ടിക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. പക്ഷെ നായുള്ളൊരു വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും അഴിച്ചു വിട്ടുന്ന കേട്ടാൽ പിന്നെ ആ പ്രദേശത്തോട് ഞാൻ പോകില്ല. ബാല്യം തൊട്ടേ വഴിയിൽ എവിടെയെങ്കിലും ഒരു നായെ കണ്ടാൽ മതി, ഞാൻ ആ വഴിയെ പോകില്ല. ഇനി നേരെ എതിരെ അബദ്ധവശാൽ കണ്ടാൽ ഞാൻ കുനിഞ്ഞ് കല്ലെടുക്കുന്നത് പോലെ കാണിക്കും. യഥാർത്ഥത്തിൽ എനിക്ക് എറിയാൻ അറിയില്ല, ഞാൻ എറിഞ്ഞാൽ കൊള്ളില്ല, 100% ഉറപ്പാണ്. ഇതുവരെ ഞാൻ എറിഞ്ഞ് ഒന്നിട്ടും കൊണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം പട്ടി ഏറുകൊള്ളൂലെന്ന്, പക്ഷെ ഞാൻ പട്ടിയെ പേടിപ്പിക്കാം. എന്താണ് ഇതിന്റെ പുറകിലെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ്. അപ്പൊ എന്റെ ഭയം വളരെ സ്പെസിഫിക് ആയ ഒരു ഭയമാണ്. ഞാനത് ഭയത്തിന്റെ ക്ലാസ്സിൽ പറയേണ്ടതാണ്, അത് പിന്നെ പറയാം. സ്പെസിഫിക് ആയ ഭയമാണ്. അതായത് ഈ നായയുടെ മൂക്ക് എന്റെ കാലിൽ മുട്ടുമെന്നും, അങ്ങനെ മുട്ടുമ്പോൾ ഈ നായയുടെ മൂക്കിന് തണുപ്പുണ്ടെന്നും, ആ തണുപ്പ് കാല് മുട്ടുമ്പോൾ എനിക്ക് ഭയമുണ്ടാകുമെന്നും, അങ്ങനെ ഭയമുണ്ടായാൽ ഞാൻ ഓടുമെന്നും, ഓടിയാൽ നായ കടിക്കുമെന്നുമാണ് വളരെ കൃത്യമായി എൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ കണ്ടെത്തിയ ഒരു മാർഗമില്ല. പക്ഷെ ഒരിക്കൽ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, പല പ്രകാരങ്ങൾ ഭയം മാറ്റണമേ പ്രാർത്ഥിച്ചു, മാറുന്നില്ല. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ വഴിയുടെ അരികിൽ ആ വീട്ടിലുള്ളൊരു നായ എൻ്റെ അടുത്ത് വന്നു. അത് ഒരു അൽസേഷനാണ്, നല്ല പൊക്കവും മണ്ണും ഒക്കെ ഉള്ള ഒരെണ്ണമാണ്. അത് അടുത്ത് വന്നു. അപ്പോൾ ഈ നായ പലരെയും കടിച്ചിട്ടുള്ളത് എനിക്കറിയാം.
അങ്ങനെയും കൂടി ആയപ്പോൾ ഭയം കൂടി. ശരിക്കും പറഞ്ഞാൽ നിലത്തുനിന്ന് കാല് പറിക്കാൻ പറ്റാത്ത ഭയം. അങ്ങനെ ഭയം വന്നു കഴിയുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഒരടി മുമ്പോട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. എനിക്ക് ഓടണമെന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഓടാതിരിക്കുകയാണ്. അങ്ങനെ നിന്നു. ഈ നായാണെങ്കിൽ ഒരടി അകലം, അടുത്ത ചാട്ടത്തിന് എൻ്റെ മേലാണ്. അങ്ങനെ നിൽക്കാൻ ഞാൻ അവിടെ നിന്ന് പല പ്രകാരങ്ങളിൽ പറഞ്ഞു. ഫ്രാൻസിസ് അസീസി ഓർത്തു. എന്നിട്ട് പറഞ്ഞു, നീ സഹോദര നായേ, നമ്മളൊക്കെ ഒരേ അപ്പൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു നോക്കി. പക്ഷെ കാലിന്ന് വിറയൽ മാറണില്ല. അപ്പം ഞാൻ ആ നായോട് പറഞ്ഞു, എൻ്റെ കാലിൽ നിന്നൊരു തരംഗം വരുന്നുണ്ട്, അത് ഭയത്തിൻ്റെ തരംഗമാണ്. അങ്ങനെ തരംഗം വരുമ്പോഴാണ് നിങ്ങൾ സാധാരണ കടിക്കാറ്, പക്ഷേ നിവർത്തികേട് കൊണ്ടാണ്, എന്നോട് കരുണയായിരിക്കണം, ക്ഷമിക്കണമെന്നൊക്കെ നായോട് പറഞ്ഞു. നായ എന്തായാലും അനങ്ങുന്നില്ല, ഞാൻ അനങ്ങുന്നില്ല. അങ്ങനെ അവിടെ നിന്ന നിപ്പിലാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. എൻ്റെ അപ്പന് നായ ഭയമായിരുന്നു. അപ്പൻ ചുടലയെ കൂടി നടന്നിട്ടുണ്ട്. ചുടലയിൽ, കത്തുന്ന ചുടലയ്ക്കകത്തൂടെ നടന്നു പോകുന്ന മനുഷ്യനാണ്. കാലുപൊള്ളി, വീട്ടിൽ വന്നപ്പോൾ കാല് കഴിയുന്ന അമ്മ പറയണേ, കാലുപൊള്ളി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു, വഴി മാറിപ്പോയി. നടന്നപ്പോൾ അന്ന് ചുടലക്കാടിന് അരികിലൂടെയാണ് വഴി മാറിപ്പോയി, ചുടലയ്ക്കകത്തൂടെ നടന്നു. അങ്ങനെയുള്ള ആളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ, പ്രേതമെന്നോ അന്നൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി നോക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. പാമ്പിനെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലും. കയ്യിൽ വീണ പാമ്പ് താഴെ വീഴുന്നത് വരെ നോക്കി നിൽക്കും. മീൻ പിടിച്ച് കിട്ടിയത് പാമ്പായിപ്പോയപ്പോൾ തലയ്ക്ക് വാലിൽ പിടിച്ച് നിലത്തിട്ടിടിച്ച് കൊന്നുകളഞ്ഞെന്നാണ് പറയുന്നത് പാമ്പിനെ. അങ്ങനെയുള്ള ആളാണ് അപ്പൻ. പക്ഷേ നായെന്ന് പറഞ്ഞാൽ അപ്പനോട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് എൻ്റെ ഭയമല്ല, എൻ്റെ അപ്പനിലൂടെ വന്ന ഭയമാണ്. അങ്ങനെ ഞാൻ ഇത് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അപ്പനിലൂടെ എന്നിലേക്ക് വന്ന ഈ ഭയത്തെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഭയം ദൈവഭയമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു രസകരമായ കാര്യം, ഈ നായ ഞാൻ പ്രാർത്ഥിച്ച് കഴിയുന്ന അത്രയും നേരം അവിടെ നിന്നു, എന്നിട്ട് അത് തിരികെ പോയി. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നീട് എനിക്ക് അതേപോലെ ഭയം ഉണ്ടായിട്ടില്ല. നായയെ ഇപ്പോൾ പഴയതുപോലെ ഭയമില്ല. അങ്ങനെ എനിക്ക് ഭയമില്ലാണ്ടായത് സ്വാഭാവിക ഭയമുണ്ട്. ഇപ്പോൾ ഒരു പട്ടി ചാടി മേത്തേക്ക് വീണാൽ ഞാൻ പേടിക്കില്ലെന്നില്ല. പക്ഷേ മറ്റൊരു നേരത്തെ എനിക്ക് നായെന്ന് കണ്ടാൽ മതി, ഞാൻ ഭയം. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അകത്ത് നമ്മളറിയാതെ കടന്നുകൂടിയ ഒരു നിഷേധാത്മക ഭാവമുണ്ടോ? നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കോപ സ്വഭാവം വരുന്നുണ്ടോ? നമുക്ക് ഒരു കണക്കിലും മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ വരുന്നുണ്ടോ? അതൊക്കെ എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മിലേക്ക് വരും. അങ്ങനെ അബോധത്തിലുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ പഠന കാര്യത്തിൽ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, അതേപോലെ ജീവിത വിജയത്തിൽ ഒരു കാര്യത്തിൽ വിജയം വരിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് വലിയ പരിമിതിയാണല്ലോ. ഇപ്പോൾ കാര്യം പറയുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ പറയും, അത് തോന്നലാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ ആരും സ്നേഹിക്കണില്ല നമുക്ക് തോന്നിയാൽ ഇതിനേക്കാൾ വലിയൊരു കുരിശ് വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആരും സ്നേഹിക്കണില്ല, ആരും സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ചിലരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുറുകുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്കത് നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ പറയാതെ നിഷേധം കൊണ്ടാണ്, ഒരെണ്ണം കൊടുത്താൽ നിൽക്കും എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് നിർത്താൻ സാധ്യമല്ല, അത് അവരുടെ നേച്ചറിനകത്ത് പെട്ടേക്കാണ്. ഇങ്ങനെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നതും എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാത്തതും പരിഹരിക്കാൻ പറ്റാത്തതുമായ നിരവധി കുറവുകളും പരിമിതികളും നമ്മുടെ അകത്തുണ്ട്. അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് വന്നതാണോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ചുണ്ടായതാണെങ്കിൽ മാതാപിതാക്കളുടെ കടന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന മാതാപിതാക്കൾ ആ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചവ ബ്ലൂ പ്രിന്റായി നമ്മുടെ അകത്ത് കടന്നുകൂടിയതോ ആണെങ്കിൽ അവയെ പരിഹരിക്കാനുള്ള മാർഗം എന്താ? ഒരു കാര്യമുള്ളത്, ഇവിടെ ഒരു വിധത്തിലുള്ള മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ കൊണ്ടും ഫലം പ്രാപ്തിയില്ല. ഒരു തരത്തിൽ ഇടപെടാൻ സാധ്യമല്ല. കാരണം ഇത് അബോധത്തിലുള്ള കാര്യമാണ്. ഉപബോധത്തിലുള്ള കാര്യങ്ങളെ പലപ്പോഴും മനഃശാസ്ത്രം പല രീതികളിലൊക്കെ ട്രീറ്റ് ചെയ്ത് ഹിപ്നോസിസിലൂടെയൊക്കെ കടന്നുപോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അബോധത്തിലുള്ള കാര്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് മാനുഷികമായ ഒരു ശക്തിക്കും സാധ്യമല്ല, മനുഷ്യന്റെ ഒരു യത്നത്തിനും സാധ്യമല്ല. അവിടെ വളരെ ഈസിയായി കടന്നെല്ലാം കഴിയുന്ന ഒരാൾ നമ്മുടെ അടുത്തുണ്ട്. കാരണം എന്താണ്? അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നവനാണ്, അവൻ ഇന്നലെയും ഉള്ളവനാണ്, അവൻ ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെയുടെ ആ അനുഭവം അവനെ സംബന്ധിച്ച് പഴയതോ പുതിയതോ അല്ല, അത് റിയലാണ്, അത് വർത്തമാനത്തിലാണ്. അതുകൊണ്ട് അത് ആ സമയത്ത് എടുത്തു മാറ്റാൻ പറ്റും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഇപ്രകാരം പലവിധത്തിലുള്ള നിഷേധാത്മകതകൾ നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ നിഷേധാത്മകതകളെ നമുക്ക് യേശുവിന്റെ രക്തത്താൽ കഴുകാൻ പറ്റും.
ആ രക്തം നമ്മിലുണ്ട്, അത് പുറമേ നിന്ന് ഒഴുകി വരുന്നതല്ല. ആ രക്തം അന്നിലേക്ക് കടന്നു പോകും. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പിടിക്കേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ശ്രമം നടത്തണം. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചാലേ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് തിരുരക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ശാന്തതയിൽ ആലോചിച്ചാൽ മതി. ഇത് നിങ്ങളുടെ അകത്തുള്ളതാണ്. ഇത് ആരും നിങ്ങളിലേക്ക് തരേണ്ടതില്ല. കൃപയാൽ ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. യേശു കൃപയും സത്യവുമായി നമ്മുടെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ആ കൃപ വഴി യേശു നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഈ നിഷേധാത്മകതയെ നീക്കിക്കളയും. ഇത് മാത്രമല്ലല്ലോ, നിരവധിയായ കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞനുഭവിക്കുന്ന പരിമിതികളിൽപ്പെട്ട പല കാര്യങ്ങളും മാതാപിതാക്കൾ പിന്നീട് വളരെ വിഷമത്തോടെ പറയുന്ന പരിമിതികൾ പലതും മാറ്റിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ തിരിച്ചറിവ് മാത്രം മതി. ക്രിസ്തുവിന്റെ അകത്തുള്ള ബോധ്യം മാത്രം മതി. അവൻ അന്നും ഉണ്ടായിരുന്നു എന്ന ബോധ്യം മാത്രം മതി. അതുകൊണ്ട് വ്യക്തതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ വെച്ചുള്ള നിരവധിയായ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാലത്തുള്ള കാര്യങ്ങൾ ഇപ്രകാരമുള്ളവയുണ്ടാകാം. അപ്പൊ അവയിലേക്ക് തിരിയുമ്പോൾ അമ്മ അനുഭവിച്ച വേദനകളും അമ്മ അനുഭവിച്ച വിഷമങ്ങളും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിനെ നേരിടാൻ പറ്റും. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ എന്നിലേക്ക് കടന്നു വന്ന ഈ നിഷേധാത്മക ഭാവത്തെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അമ്മ എങ്ങനെ പ്രാർത്ഥിക്കും? ഒരു കുട്ടിക്ക് രോഗം വരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കുട്ടിക്ക് രോഗം വരുന്നു. ആ രോഗം വന്ന കുട്ടിയെ എങ്ങനെയാണ് അമ്മ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുക? എങ്ങനെയാണ് അമ്മയുടെ പ്രാർത്ഥന ഫലം ചെയ്യുക? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നീമച്ചിലായിരിക്കുമ്പോൾ, ഞാൻ അവിടെ സുവിശേഷ പ്രവർത്തനവുമായി നീമച്ചിൽ, മധ്യപ്രദേശിലെ നീമച്ച് പ്രദേശത്ത് ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ ഞാനൊരു സ്കൂളിൽ, അവിടുത്തെ കന്യാസിമഠത്തിലെ പ്രോഗ്രാമിന് പോയതാണ്. അപ്പോൾ അവിടുത്തെ സ്കൂളില് ഒരു ടീച്ചറും ഭർത്താവും എന്നെ കാണാൻ വന്നു. ആ ടീച്ചർ എന്നെ കാണാൻ വന്നത് ആ ടീച്ചറുടെ കുട്ടിയുടെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. ഈ കുട്ടിക്ക് കടുത്ത അക്രമാസക്തിയാണ്. അതുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ എല്ലാവരും ഉപദ്രവിക്കും. ഈ ടീച്ചർ അവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്, വളരെ നന്നായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് അധ്യാപന മികവിൽ അവർ ആ സ്കൂളിലെ ഏറ്റവും നല്ല ടീച്ചറാണ്. അതുകൊണ്ട് അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ എപ്പോഴും ആ ടീച്ചർക്ക് കിട്ടുക. മറ്റു ടീച്ചർമാർക്ക് അവരുടെ അസൂയ ഉണ്ട് അക്കാര്യത്തിൽ. അവരെന്നോട് പറഞ്ഞ വിശേഷം അതാണ്. പക്ഷേ അവരെന്നും തലകുമ്പിടേണ്ടി വരും. കാരണം ഈ സൽപുത്രൻ നല്ല ഇമേജാണ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ ദിവസവും ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ ഈ കുട്ടിയെ പിടിച്ചു നിർത്തും. എല്ലാ ദിവസവും അവിടുത്തെ ആരെങ്കിലും ഒരു കുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ, എന്തെങ്കിലും അക്രമം കാണിച്ചതിന്റെ പേരിൽ 5ാം ക്ലാസ്സുകാരനായ കുട്ടിയെ ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ മുറിയിൽ കൊണ്ടുവരും. ആ മുറിയിൽ കൊണ്ടുവന്ന ഉടനെ ടീച്ചറെ വിളിപ്പിക്കും. എന്നിട്ട് ടീച്ചറുടെ വളർത്തു ദോഷം പറഞ്ഞ് അവരെല്ലാം കൂടി ആ ടീച്ചറെ ആക്രമിക്കും. പതിവായി ഹരാസിൽ കേട്ട് മടുത്തു. ടീച്ചർ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, വീട്ടിലോ സമാധാനം ഇല്ല. അപ്പോഴാണ് ഈ കുട്ടി സ്കൂളിലും ഇങ്ങനെ സമാധാനം ഇല്ലാണ്ടാക്കുന്നത്. വീട്ടിൽ സമാധാനം ഇല്ലാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഭർത്താവുമായിട്ടുള്ള രമ്യതയില്ലായ്മയാണ്. എന്താണ് ഭർത്താവുമായിട്ട് രമ്യതക്കുറവ്? അത് വളരെ രസകരമായ കാര്യമാണ്. ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ ഒരു വലിയ കമ്പനിക്കാരനാണെന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കമ്പനിയിലും ജോലിയില്ല, ആൾക്ക് പ്രത്യേകിച്ച് പണിയില്ല, കയ്യിൽ 10 കാശില്ല, കടബാധ്യതയൊക്കെയാണ് എന്നറിയുന്നു. അന്ന് മുതലുള്ള ഗുസ്തിയാണ്. അയാളെ ബഹുമാനിക്കാൻ അവർക്ക് സാധ്യമല്ല. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറ്റിച്ചല്ലോ. അപ്പൊ ഈ വഞ്ചനയുടെ ഒരു കാര്യം പറഞ്ഞ് നിരന്തരമായ ആക്രമണം ഉണ്ടാവും, പരസ്പരം അക്രമ സ്വഭാവമുണ്ട്. ഈ അക്രമങ്ങൾക്കിടയിലാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത്. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ ബേസിക് നേച്ചർ ഇപ്രകാരമുള്ള ഒരു അക്രമ സ്വഭാവമാണ്. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ അവര് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഭർത്താവിനെ കൊണ്ടുവന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി. അതിലൊരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ? ഈ വഞ്ചനയാണെന്ന് പറഞ്ഞത് മനുഷ്യന്റെ വഞ്ചനയല്ല, ദൈവത്തിന്റെ ഒരു കരവേലയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഒന്നായി തീരണമെന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട് ദൈവം വഞ്ചനയുടെ രൂപത്തിലാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭർത്താവിനോട് ക്ഷമിക്കുകയാണ്, ഭർത്താവിനെ കർത്താവിനെ പ്രതി സ്വീകരിക്കണമെന്ന് ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു. ടീച്ചർ അത് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു. അവര് പ്രാർത്ഥിച്ചു. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ അന്ന് ചെയ്തു പോയതിന് ഭാര്യയോട് ക്ഷമ ചോദിക്കണം. കാരണം ഇത് ഈ ഉടമ്പടി ദൈവവുമായിട്ടാണ്. ആ ദൈവിക ഉടമ്പടി നുണ പറഞ്ഞായാൽ അത് വിഫലമായി പോകും, ഉടമ്പടി അസാധുവാകും, യഥാർത്ഥത്തിൽ അവൾ ഭാര്യയല്ലാണ്ടായിട്ട് മാറും. അതുകൊണ്ട് അനുതാപത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ ഇത് ഏറ്റു പറയണം. ഭർത്താവ് സമ്മതിച്ചു. കാരണം അദ്ദേഹത്തിന് അത് ബോധ്യമായി. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലമായിട്ട് സമാധാനം ഉണ്ടായില്ല, ഞാൻ എന്റെ തെറ്റേറ്റു പറയുന്നു ദൈവസന്നിധിയിൽ. അതുകൊണ്ട് അങ്ങനെ തെറ്റേറ്റു പറഞ്ഞു. ഭാര്യയെ സ്വീകരിച്ചു, ഭർത്താവിനെ അവർ സ്വീകരിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ തിരികെ പോയി. 6 മാസം കഴിഞ്ഞാണ് ഈ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഏറ്റവും രസകരമായ ഒരു കാര്യം പറയുന്നത്. ഈ പറഞ്ഞ കുട്ടിയുടെ സ്വഭാവം പിറ്റേന്ന് മുതൽ വ്യത്യാസം ഉണ്ടായി.
പിറ്റേന്ന് മുതൽ ഈ കുട്ടിക്ക് പഴയതുപോലെ അക്രമ സ്വഭാവമില്ല. വളരെ സിമ്പിളാണ്. ഈ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ആദ്യം ഈ കുട്ടിയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനാണ് അവരെന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. പലപ്പോഴും നമുക്ക് വളരെ രസകരമായി തോന്നുന്നത് കുട്ടികൾ വികൃതിയാണ് അല്ലെങ്കിൽ അവർക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞ് മാതാപിതാക്കള് ഇവനെയും കൊണ്ട് നമ്മുടെ അടുത്ത് വരും. അതുകൊണ്ട് തലയെ കൈവച്ച് ഇവനൊന്ന് ശരിയാക്കണമേ എന്നാണ് പ്രാർത്ഥന. ഒരിക്കലും നടപ്പില്ലാത്ത കാര്യമാണ്. അങ്ങനെ തലയെ കൈവച്ച് ആളുകളൊക്കെ നേരെയാകുമായിരുന്നെങ്കിൽ വെറുതെ തലേ കൈവയ്ക്കാൻ 10 പേരുണ്ടായ പോരെ, കാര്യമൊക്കെ ശരിയാവൂലേ? ഇത് മനസ്സിലാവേണ്ടത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നത്? ആ കുട്ടിയുടെ വികൃതി യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളുടെ രമ്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗം കൂടിയല്ലേ. അപ്പൊ അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന കുറവുകൾക്കും പോരായ്മകൾക്കും യഥാർത്ഥ ലക്ഷ്യമുണ്ടാകും നാം അറിയാത്തത്. കാരണമറിയുന്നവനും കാര്യമറിയുന്നവനും ദൈവം മാത്രമാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങളോ വൈജാത്യങ്ങളോ അക്രമഭാവങ്ങളോ രോഗങ്ങളോ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാണുമ്പോൾ അവർക്കെതിരെ തിരികെയല്ല വേണ്ടത്, അവരെ നേരെയാക്കാൻ വടിയെടുക്കല്ല വേണ്ടത്, അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയല്ല വേണ്ടത്, അവർക്ക് ജന്മം കൊടുക്കുന്ന കാലത്ത് നാം എങ്ങനെയായിരുന്നുവോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും മാതാവ് ഇങ്ങനെ തന്റെ കുട്ടിയെ ഗർഭിണിയായിരുന്ന കാലത്ത് താൻ അനുഭവിച്ചിട്ടുള്ള വൈകാരികമായ പ്രക്ഷുബ്ധതയെ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അശുദ്ധികളെ, ഭയത്തെ, അന്നുണ്ടായ എല്ലാ അനുഭവങ്ങളെയും എടുത്ത് ഇഴപിരിച്ച് തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കാനിടയായാൽ നിശ്ചയമായും കുട്ടിക്ക് അത്ഭുതകരമായ വിടുതലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, മനസ്സ് അത്രത്തോളം പരസ്പര ബന്ധമുള്ളതാണ്. നമുക്കറിയാലോ, സാധാരണ പറയുന്നത് എങ്ങനെയാണ്? ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യൻ. ഈ സാമൂഹ്യ ബന്ധങ്ങൾക്കകത്താണ്. എനിക്കറിയാവുന്നൊരു കുട്ടി, അവൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. അവന് നാട്ടിൽ വരുമ്പോൾ ജലദോഷമാണ്. നാട്ടിൽ എപ്പോൾ വന്നാലും അലർജി രോഗം തുടങ്ങും. കാരണം അമ്മയായിട്ട് അറ്റാച്ച്ഡാണ്. തിരുവനന്തപുരത്ത് പോയാൽ കുഴപ്പമില്ലെന്നാ പറയണേ. തിരുവനന്തപുരത്ത് ഇവിടെ പറയുന്ന ഒരു നിഷ്കർഷയിലുമല്ല അവൻ ജീവിക്കുന്നത്. പക്ഷെ അവിടെ കുഴപ്പമില്ല. കാരണം അവിടെ അമ്മയുമായിട്ടുള്ള വൈകാരിക അടുപ്പമില്ല. ഈ വൈകാരികതകൾ, അടുപ്പങ്ങൾ ഒക്കെ നമ്മുടെ അകത്ത് ആക്ട് ചെയ്യുന്നത് അബോധത്തിലാണ്. അതുകൊണ്ട് അബോധത്തെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. അബോധത്തെ കഴുകാനും നിയന്ത്രിക്കാനും വിശുദ്ധിയിലേക്ക് നയിക്കാനും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാനും ആദ്യം മുതലുള്ള, അതായത് സ്വതന്ത്ര മനസ്സിന്റെ രൂപീകരണം മുതലുള്ള ലോകാനുരൂപിത്വം, അതേപോലെ തന്നെ ഇച്ഛാശക്തി, ലോകത്തെ അഭിലഷിക്കുന്നത് എല്ലാം എടുത്തു മാറ്റാൻ, അല്ലെങ്കിൽ അതെല്ലാം കഴുകി ശുദ്ധിയാക്കാൻ കഴിയുന്ന യേശുവിനാണ്. യേശുവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ പറ്റണം. ഈശോയെ, നിന്നിലേക്ക് ഞാൻ എന്നെ അർപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റണം. അതിനെന്ത് ചെയ്യണം? ഉടയവനായി യേശുവിനെ സ്വീകരിക്കണം. ഉടയവനായി യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ച് അവിടുത്തെ അഭിലാഷത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇച്ഛാശക്തിയെ വിട്ടുകൊടുത്താൽ നിശ്ചയമായിട്ടും യേശു അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ പറ്റും. അവിടെ യാന്ത്രിക സൗഖ്യം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും പോരായ്മകളുള്ളതായി നാം നമ്മുടെ ജീവിതം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അവയ്ക്കൊക്കെ പരിഹാരം ചെയ്യാനായി, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താനായി നിരവധി മാർഗങ്ങൾ നാം അന്വേഷിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഇത് മാറ്റിത്തരണമേ, എന്റെ വൈകാരികമായ അശുദ്ധിയെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിന് ഫലപ്രാപ്തി നൽകാൻ കഴിവില്ലാഞ്ഞിട്ടോ നിങ്ങളുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളത് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ എന്താണ് കാര്യമെന്നറിയാതെ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ആന്തരികതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ അത് വസിക്കുന്നു എന്ന പരമാർത്ഥം നിങ്ങൾ തിരിച്ചറിയാൻ ഇടയായാൽ അതിനേക്കാൾ അമൂല്യമായ സമ്പത്ത് വേറൊന്നും നേടാനില്ല. വചനം പറയുന്നുണ്ടല്ലോ, ഒരാൾ ഒരു രത്നവ്യാപാരി ഒരു രത്നം വയലിലുള്ളതായിട്ട് തിരിച്ചറിഞ്ഞു. അവൻ ആ വയൽ വാങ്ങി, എന്നിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. അവിടെ രത്നം ഉള്ളതുകൊണ്ട് ആണ്. അതേപോലെ നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു രത്നമുണ്ട്. യേശു നമ്മുടെ അകമയുണ്ട്. ദൈവ മനസ്സ് നമ്മുടെ അകത്തുണ്ട്. നമുക്ക് ദൈവം പറയുന്നത് ചെയ്യാൻ പറ്റും, നന്മ ചെയ്യാൻ പറ്റും, ദൈവേഷ്ടത്തിലാകാൻ പറ്റും. യേശു നമ്മിൽ ജീവിക്കുന്ന പരമാർത്ഥം നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഒരു രത്നവ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് അമൂല്യമായ രത്നങ്ങൾ വാങ്ങുന്നത് പോലെ, ഈ നിധി അന്വേഷിച്ചു പോകുന്നത് പോലെ ഒക്കെ നമ്മുടെ അകത്തുള്ള ദൈവിക സാന്നിധ്യത്തെ, യേശു അനുഭവത്തെ തിരികെ പിടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇടയാകാൻ വേണ്ടിയാണ് ഈ കുറവുകളിലൂടെ നാം നയിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ കുറവുകളെ കുറിച്ച് പരാതിപ്പെടുകയല്ല, ആ കുറവുകളാണ് നമ്മുടെ സമ്പത്തെന്ന് തിരിച്ചറിയണം. ആ കുറവുകളിലൂടെയാണ് ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാനാകുന്നതെന്ന് തിരിച്ചറിയണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം.
ആന്തരിക സൗഖ്യത്തിന് വേണ്ടി അമ്മയുടെ ഉദരത്തിലായിരുന്ന നാളുകളെ ഓർക്കണം. ആ നാളുകളെ ഓർത്ത് ആ നാളുകളിൽ എന്നിലേക്ക് കടന്നു വന്ന എല്ലാത്തരം അനുഭവങ്ങളെയും തിരുരക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഭവങ്ങൾ മുഴുവൻ കഴുകിപ്പോവല്ല ചെയ്യുക. ആ അനുഭവങ്ങളിലുള്ള ഫീലിംഗ് ലെവൽ, ആ അനുഭവങ്ങളിലുള്ള അനുഭൂതികൾ അവ എടുത്തു മാറ്റപ്പെടും. ആ അനുഭൂതികൾ യേശു ക്രിസ്തുവിൽ സമ്പൂർണത പ്രാപിക്കും. അവിടെ നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നിയെടുത്ത് ക്രിസ്തു നിറയും. അപ്പോൾ സമ്പൂർണ്ണമായി. നിങ്ങളെ മറ്റാർക്കും വേണ്ടാന്ന് തോന്നിയെടുത്ത് ക്രിസ്തുവിന് വേണമെന്ന ആശയം വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ വിഷമം മാറും. നിങ്ങളെല്ലാവരും കൈവിട്ട് കളഞ്ഞപ്പോൾ കർത്താവ് കയ്യെ പിടിക്കാനായിട്ട് തോന്നും. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതായിട്ട് തോന്നുമ്പോൾ നിങ്ങളെ താങ്ങുന്നതായി, നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ക്രിസ്തുവിനെ നിങ്ങൾക്ക് അതിലേക്ക് കാണാൻ പറ്റും. നിങ്ങളേറ്റ അടികൾ ക്രിസ്തുവാണ് കൊണ്ടതെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അടിയേൽക്കാത്തവരായി നിങ്ങൾ മാറും. നിങ്ങൾ അപമാനിതരായപ്പോൾ നിങ്ങളുടെ മുൻപിൽ അപമാനഭാരത്താൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് അപമാനഭാരത്താൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ അതുകൊണ്ട് കുറ്റം വിധിക്കപ്പെടുമ്പോൾ സാധാരണ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇതാണല്ലോ. ആരെങ്കിലും നമ്മുടെ കുറ്റം പറഞ്ഞ് നമ്മൾ പൊട്ടിത്തെറിക്കും. ഒരു ആന്തരിക സൗഖ്യമില്ലായ്മയാണത്. നമുക്ക് മുമ്പേ ഇങ്ങനെ കുറ്റം കേട്ടിട്ട് മിണ്ടാതെ നിന്നൊരുവനെ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റിയാലോ, നമ്മുടെ അകത്ത് അങ്ങനെ ഒരുവനെ കാണാൻ പറ്റും. അത് ക്രിസ്തുവാണ്, അത് നമ്മെ പ്രതിയാണ്. അതുകൊണ്ട് ക്രിസ്തു അനുഭവത്തിന്റെ സമ്പൂർണതയാണ് ആന്തരിക സൗഖ്യം. അത് സാധ്യമാകും. വിശ്വാസത്തോടെ ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കർത്താവിന്റെ ആത്മാവ് നമ്മിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. ദൈവിക തേജസ്സിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ തിരുമുമ്പിലേക്ക് ഞാനിതാ എന്നെ ഉയർത്തുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ സമൃദ്ധിയിലേക്ക് ഞാൻ എന്നെ ഉയർത്തുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ യേശുവെ, ഹെബ്രായർ 13:8 എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്ന ആ സാഹചര്യത്തിലേക്ക് അവിടെ നിന്നിപ്പോ അവിടുത്തെ കരം നീട്ടണമേ. അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല ദൈവമേ. അന്ന് എനിക്ക് അമ്മയിലോട് ലഭിക്കാതെ പോയ സ്നേഹം ഇപ്പൊ നൽകണമേ. അന്ന് അപ്പന്റെ സ്നേഹം അമ്മയിലേക്ക് ഒഴുകുന്നതിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഇപ്പൊ നൽകണമേ. ഈശോയെ, അന്ന് അമ്മ ഭയപ്പെട്ടപ്പോ അങ്ങ് കൂടെ ഉണ്ടെന്ന കാര്യം ഓർമ്മയില്ലാതിരുന്നത് കൊണ്ടാണ് അമ്മ ഭയപ്പെട്ടത്. അമ്മയ്ക്ക് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കണമേ. അങ്ങനെ ആ ഭയത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ. അങ്ങ് നിരന്തരം എന്റെ കൂടെ ഉണ്ടെന്ന അനുഭവം എനിക്ക് നൽകണമേ. ഞാൻ അപമാനമേൽക്കുമ്പോൾ, ഞാൻ ലോകത്ത് കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ ഒക്കെ ഞാൻ ചെറുതായി പോകുന്നത് അവിടുന്ന് എന്നിൽ വസിക്കുന്നെന്ന് പരമാർത്ഥം അറിയാത്തത് കൊണ്ടാണ്. ഈശോയെ, ആത്മാവിന്റെ അധിക ശക്തിയാൽ അവിടുന്ന് എന്നിൽ പ്രവർത്തിക്കണമേ. ദാഹത്തോടെ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ ഉള്ളിൽ. ഇതിനേക്കാൾ ഉപരിയായൊരു സന്തോഷം മറ്റൊന്നില്ല. യേശു നമ്മുടെ ഉള്ളിൽ. ഈ ലോകത്തിന്റെ മറ്റെന്തിനേക്കാളും വിലമതിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഭാഗവാക്കാകാൻ നാം വിളിക്കപ്പെട്ടു. അതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നും ലഭിക്കാനില്ല. വിശ്വാസത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് ഹൃദയത്തിൽ ആരാധിക്കാം. ഒരു നിമിഷം നമുക്ക് വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ ഹൃദയത്തിലേറ്റു പാടാം. സ്നേഹത്തിന്റെ ശക്തിയുടെ, സ്നേഹഭാവനയുടെ ഏറ്റവും പരമമായ ശക്തിയായ ക്രിസ്തുബോധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നന്മകളോ